ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കെണി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ പാവലിനെ എല്ലാം കുത്തി നശിപ്പിച്ച് കളയുന്ന ജീവികളെ തുരത്താനുള്ള കെണിയാണ്. അപ്പോൾ ആ കെണി വാങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇതാണ് കെണിയുടെ ബോക്സ്. ഇതൊരു ബോക്സിനകത്താക്കിയാണ് തരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് കണ്ടോ, ഇതിനകത്തൊരു ഹോള് ഉള്ള ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിലാണ് നമ്മൾ നമ്മുടെ കൃഷിസ്ഥലത്ത് കെട്ടിയിടേണ്ടത്. ഇതിനകത്ത് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ വായിക്കാം. നമുക്ക് ആദ്യം പോയി കെണി കെട്ടിയിട്ട് വരാം. ഇതിനകത്ത് ഇത് ഫെറമോൺ ട്രാപ്പാണ്. ഇത് കായീച്ച കെണിയാണ്. സാധാരണയായി കായീച്ച ഉപദ്രവിക്കുന്നത് പാവൽ, കോവൽ, പടവലം, വെള്ളരി അങ്ങനെയുള്ള കായ്കളെയാണ് കായീച്ച കുത്തി നശിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഈ കെണി ഉപയോഗിക്കുന്നത്. ഈ കായീച്ചകളെ ഇതിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെറമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ ഹോർമോണ് കായീച്ചകളുടെ ഇണ പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ കായീച്ചകൾ ഈ ഹോർമോണിൻ്റെ സ്മെല്ലടിക്കുന്ന സമയത്ത് ഇണയെ കാണാമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ ഓടി വരും. അപ്പോൾ ട്രാപ്പിലായി ചത്തുപോകും. പിന്നെ ഈ ഒരു തടിയിലാണ് ഈ ഒരു ഹോർമോൺ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെസ്റ്റിസൈഡ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ട്രാപ്പിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാകുന്നത്. ഇതിൽ എഴുതിയിട്ടുള്ളത് 15 സെൻറ്റിന് ഒരെണ്ണം എന്ന കണക്കിലാണ്. പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. 200 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ്. പിന്നെ 1-2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് മാറ്റണം. ഇത് മഴ നനയാൻ പാടില്ല. ഞാൻ കെട്ടിയതിൻ്റെ അന്ന് തന്നെ മഴ പെയ്തു. 200 രൂപ പോയെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ അടുത്ത ദിവസം നോക്കിയപ്പോൾ ഇത്രയും കായീച്ചകൾ വീണ് ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മഴയും പെയ്തു. മഴ പെയ്തത് കൊണ്ട് ഇതുകൊണ്ട് ഇനി വലിയ യൂസ് ഇല്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വലിയ സ്മെല്ലൊന്നും ഇല്ല ഇതിന്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അകത്ത് കിടക്കുന്ന ആ ഒരു കട്ട മാത്രം വാങ്ങാൻ കിട്ടും. അത് വാങ്ങി ബോട്ടിൽ ഇത് തന്നെ ഉപയോഗിച്ചിട്ട് കട്ട മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇതിപ്പോൾ മഴ പെയ്തത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അത് നാശമായി പോയത്. അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അധികം മഴയും വെയിലും ഇല്ലാത്ത സ്ഥലത്ത് ഇത് കെട്ടണമെന്ന്. ഇത് കണ്ടോ, കവർ കെട്ടിയിടാത്തതും ഒരെണ്ണം കുത്തി നശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കായീച്ചയെ പേടിച്ച് കവർ കെട്ടിയിട്ടുണ്ടായിരുന്ന പാവലെല്ലാം വിളവെടുക്കാറായിട്ടുണ്ട്. നമുക്കൊരു ദിവസം ആവശ്യത്തിന് 2 പാവയ്ക്ക മതിയാവും. പാവയ്ക്കാകുമ്പോൾ അധികം ആരും കഴിക്കില്ലല്ലോ, അപ്പോൾ ഒരു 2 പാവയ്ക്ക മതി ഒരു ദിവസത്തേക്ക്. ഇത് കണ്ടോ, അത്യാവശ്യം വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് 2 എണ്ണേ പറിക്കുന്നുള്ളൂ. 2 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ കവർ കെട്ടി വിട്ടിരുന്ന ഒരു പാവയ്ക്കയാണ്. അതും മഞ്ഞ നിറമായിട്ടുണ്ട് ഫുള്ള്. ഈ മഞ്ഞ നിറം ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ച് പുഴുവായിരിക്കും. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. ഇതിന് പുറത്ത് ഒരു പുഴുക്കുത്തും കാണുന്നില്ല. പക്ഷേ ഇത് ഫുൾ മഞ്ഞ നിറമായി പോയിട്ടുണ്ട്. ഇത് കെട്ടി വെച്ചിരുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ കെട്ടി വെക്കുന്നതിന് മുന്നേ തന്നെ ഇതിനകത്ത് കായീച്ച മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലവർ ആയിരിക്കുന്ന സമയത്ത് തന്നെ കായീച്ച വന്ന് മുട്ടയിട്ട് വെക്കും. അത് പിന്നെ ഈ കാ വലുതാകുന്നതിനനുസരിച്ച് അത് പുഴുവായിട്ട് മാറും. അപ്പോൾ ഇത് കണ്ടോ, ഇത് അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ കവർ കെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നിട്ടും അത് മഞ്ഞ നിറമായിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, മുറിച്ചപ്പോൾ അതിനകത്ത് നിറച്ച് പുഴുവാണ്. ശരിക്കും അതിൻ്റെ പുറത്ത് ഒരു പുഴുക്കുത്ത് പോലും ഉണ്ടായിരുന്നില്ല. ഒരു ചെടി ഫ്ലവർ ഇട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ട്രാപ്പ് വാങ്ങി കെട്ടണം. അങ്ങനെ കെട്ടിയാലേ നമ്മൾ ട്രാപ്പിന് ഉപയോഗം ഉണ്ടാവുള്ളൂ. കായായി കഴിഞ്ഞിട്ട് ട്രാപ്പ് കെട്ടിയിട്ട് വലിയ കാര്യമില്ല. ഇതുപോലെ നമ്മുടെ കായെല്ലാം നശിച്ചു പോവും. ഇങ്ങനെ ഓരോ പൂ വരുന്നത് നോക്കി നടന്ന് കവർ കെട്ടണം. അതുകൊണ്ടാണ് ഞാൻ ട്രാപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ ട്രാപ്പ് വാങ്ങി എനിക്ക് പണി കിട്ടി. മഴ നനഞ്ഞതാണ് കാരണം. ശരിക്കും അത് മഴ നനയാതെ സൂക്ഷിച്ച് വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴും അത് നന്നായിട്ടിരിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ വിളവെടുത്തത് ഇത്രയാണ്. കുറച്ച് വെണ്ടയ്ക്ക, കുറച്ച് പാവയ്ക്ക, കുറച്ച് കോവയ്ക്ക. അപ്പോൾ കോവയ്ക്കൊക്കെ ഇത്രയും മതി. ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത പച്ചക്കറി ഉപയോഗിച്ച് നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ.